ഹായ് എവരി വൺ. സോ നിങ്ങളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. കാരണം നമ്മുടെ മെയ് ഫസ്റ്റ് സൺഡേ നമ്മുടെ എക്സാം എത്താനായി. സോ ഈ ഫസ്റ്റ് സൺഡേ എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന സമയത്ത് എന്തായിരിക്കും ആ ഒരു സിറ്റുവേഷനിൽ അന്നത്തെ ദിവസങ്ങൾ എങ്ങനെയായിരിക്കും ആലോചിക്കുന്നില്ലേ? കാരണം കുറേ ദിവസങ്ങൾ പഠിച്ചു, നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, സാർ ഭയങ്കര ടെൻഷനായിരിക്കും എന്നുള്ളൊരു കാര്യമായിരിക്കും നിങ്ങൾ മെജോറിറ്റി ആളുകളും പറയാം. അപ്പോൾ ആ ഒരു എക്സാമിലേക്ക് എത്തുന്ന സമയത്ത് എത്രത്തോളം കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമാണ് അങ്ങനത്തെ ഒരു എക്സാം നമുക്ക് അടിപൊളിയായിട്ട് ഫേസ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് തരാം. സിംപ്ലി പറയുകയാണെങ്കിൽ നമുക്ക് ആരായിട്ട് കണക്ട് ചെയ്യാം? നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ സ്വന്തം ചേട്ടൻ സഞ്ജു സാംസണുമായിട്ട് നമുക്കത് കണക്ട് ചെയ്യാം. നമ്മുടെ വേൾഡ് കപ്പ് തുടങ്ങിയ സമയത്ത് കുറേ മാച്ചസ് ഉണ്ടായിരുന്നു. എന്നാൽ സഞ്ജുവിന് കിട്ടിയ അവസരങ്ങളോ വളരെ കുറവായിരുന്നു. പക്ഷേ സഞ്ജു എന്നുള്ള ഒരു പ്ലെയർ, അത് വളരെ ടാലൻ്റഡ് ആയുള്ള ഒരു പ്ലെയർ, വളരെ സമയമെടുത്ത് അയാൾ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ദിവസവും എന്ത് ചെയ്തിട്ടുണ്ട്? അടിപൊളിയായിട്ട് അയാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ അയാൾക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അയാൾക്ക് അവസരങ്ങൾ വളരെ കുറവായിരുന്നു. ആകെ ആദ്യത്തെ നമ്മുടെ ഗ്രൂപ്പ് സ്റ്റേജിൽ ഒരു മാച്ചിലാണ് അദ്ദേഹത്തിന് ഇറങ്ങാൻ വേണ്ടി പറ്റിയിരിക്കുന്നത്. രണ്ടാമത്തെ ഗ്രൂപ്പ് സ്റ്റേജിൽ നിർണായകമായ ഒരു മാച്ചിനാണ് അദ്ദേഹം രണ്ടാമത് ഇറങ്ങുന്നത്. സോ ആ നിർണായക മാച്ചിന് അദ്ദേഹത്തിനെ സജസ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷനിലേക്ക് നമ്മുടെ ടീം ഇന്ത്യയുടെ കളികൾ മാറിപ്പോയപ്പോൾ അദ്ദേഹം വരികയും ആ നിർണായക മാച്ച് അദ്ദേഹത്തിൻ്റെ സ്വന്തം എടുക്കുകൊണ്ട് അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യൻ ടീമിനെ നേരെ ജയിപ്പിക്കുകയും അതേപോലെ തന്നെ ക്വാർട്ടറിൽ നിന്ന് നേരെ ഇന്ത്യൻ ടീമിനെ സെമിയിലേക്കും അതേപോലെ തന്നെ സെമിയിൽ നിന്ന് നേരെ ഫൈനലിലേക്കും എത്തിച്ചുകൊണ്ട് ഫൈനലിൽ ഇന്ത്യയെ കപ്പ് നേടുന്നതിൽ വ്യക്തമായുള്ളൊരു കോൺട്രിബ്യൂഷൻ കൊടുത്തൊരു വ്യക്തിയാണ് നമ്മുടെ സഞ്ജു സാംസൺ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഈ സഞ്ജു സാംസൻ്റെ സ്റ്റോറി ലൈൻ കേൾക്കുന്ന സമയത്ത് തുടക്കത്തിൽ നമുക്ക് എന്തുണ്ട്? സഞ്ജു സാംസൺ അവസരങ്ങൾ കിട്ടുന്നില്ല. ഈ അവസരങ്ങൾ കിട്ടിയ അവസരം പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹം നമുക്ക് ഇന്ത്യക്ക് വേണ്ടിയിട്ട് വേൾഡ് കപ്പ് നേടിക്കൊടുത്തത്. അതേപോലെ നിങ്ങൾ ആലോചിക്കുക, ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ അവസരം നിങ്ങൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ? അതായത് ആ അവസരം പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന കപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നീറ്റ് എക്സാമാണ്. ആ നീറ്റ് എക്സാമിൽ നല്ലൊരു സ്കോറാണ് നമുക്ക് നേടാനുള്ളത്. സോ ആ നീറ്റ് എക്സാമിൽ നല്ലൊരു സ്കോർ നേടണമെങ്കിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ അവസാനത്തെ റിവിഷൻ പ്രോഗ്രാമിലേക്കാണ് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അവസാനത്തെ റിവിഷൻ പ്രോഗ്രാമിൽ നമ്മൾ എത്തി. കാരണം ഇനി ഏറിപ്പോയാൽ ഒരു 40 ഡേയ്സിലും കൂടി നമ്മൾ, അല്ലെങ്കിൽ ഒരു 50 ഡേയ്സും കൂടി നമ്മളെ മുന്നിലേക്കുള്ളൂ. സോ ആ 50 ഡേയ്സ് നിങ്ങൾ ഏറ്റവും നിർണായകമാണല്ലേ. ആ 50 ഡേയ്സ് നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു, എങ്ങനെ വർക്ക് ചെയ്യുന്നു, എങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ശരിക്കും നമ്മളെ നീറ്റ് എക്സാമിൻ്റെ റാങ്ക് ഡിസൈഡ് ചെയ്യുന്ന വലിയൊരു ഫാക്ടർ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, സാർ ഞാൻ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ട് സാർ, പക്ഷേ എനിക്ക് മാർക്കുകളൊക്കെ കൂടുന്നും കുറയുന്നുള്ളൊരു വേരിയേഷനിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. മക്കളെ, അത് കുഴപ്പമില്ല. കാരണം നീറ്റ് പോലൊരു കോമ്പറ്റേറ്റീവ് എക്സാം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മാർക്ക് കൂടാം കുറയാം. പക്ഷെ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സഞ്ജു സാംസൺ ചെയ്ത പോലെ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക. ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങളെ തന്നെ വിശ്വസിക്കുക, നല്ല രീതിയിൽ വർക്ക് ചെയ്യുക. അതായത് നമ്മളെക്കൊണ്ട് പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് എപ്പോഴും അത് കീപ്പ് ചെയ്യുക. അല്ലാതെ നമ്മൾ പറയുകയാണ് നിന്നെക്കൊണ്ട് പറ്റും, നിന്നെക്കൊണ്ട് പറ്റില്ല എന്നുള്ള 2 ടൈപ്പ് ഓഫ് ടോക്ക് നിങ്ങളിലേക്ക് വരുന്നുണ്ടാവും. സോ നിങ്ങൾ അതിനെല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണാം. എന്നെക്കൊണ്ട് പറ്റും, ഞാനത് നേടിയെടുക്കും എന്നുള്ളൊരു വിശ്വാസം നിങ്ങളിൽ കീപ്പ് ചെയ്യുക. അങ്ങനെ വിശ്വാസം കീപ്പ് ചെയ്ത് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോഴാണ് ആക്ച്വലി നമ്മളെല്ലാവർക്കും റിസൾട്ടിലേക്ക് എത്തുക. അല്ലാതെ നിങ്ങൾ ആലോചിക്കണം, എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊരാൾ പറയുന്നു, അത് കേട്ടിട്ട് നമ്മൾ വിചാരിക്കുക നമ്മളെ കൊണ്ട് പറ്റില്ല. അങ്ങനെ നമ്മൾ വിചാരിച്ച് ചെയ്യുന്ന സംഭവിക്കുക, ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിൻ മൈൻഡ് കണക്ഷൻ സംഭവിക്കുക. അതായത് മൈൻഡ് അല്ലെങ്കിൽ ബ്രെയിനോട് പറയും നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ബ്രെയിൻ പറയും എന്നെ കൊണ്ട് പറ്റില്ല, നീ അങ്ങ് നിർത്തിക്കും. ആ രീതിയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നതിന് പകരം നമ്മളെ കൊണ്ട് പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യേണ്ട അവസാന സമയമാണിത്. സോ ഈ ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു അവസാന സമയം വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളെ വർക്ക് ചെയ്യിപ്പിക്കാനും വളരെ അടിപൊളിയായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ട് സൈലം നിങ്ങളിലേക്ക് ഒരു പുതിയ ബാച്ച് കൂടി ലോഞ്ച് ചെയ്യുകയാണ്. ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ നീറ്റ് എൻഡ് ഗെയിം. സോ ആ ബാച്ചിൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്ലാനോട് കൂടിയാണ് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ടേ കൊണ്ടുപോകുക. റെഗുലർ ആയിട്ടുള്ള മോക്ക് എക്സാംസുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. സോ ആ മോക്ക് എക്സാംസിലെ മാർക്ക് കുറവായാലും കൂടിയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാംസുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഏതൊക്കെ ഏരിയാസാണ് പ്രോപ്പറായിട്ട് നോക്കേണ്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് +1 +2 കംപ്ലീറ്റ് സിലബസ് ആ ഒരു മന്തോടുകൂടി നമ്മൾ എന്ത് ചെയ്യാണ്? അടിപൊളി നീറ്റ് എൻഡ് ഗെയിമിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആ സിലബസ് പഠിച്ച് തീർത്തുകൊണ്ട് മെയ് ഫസ്റ്റ് സൺഡേ നമ്മൾ എക്സാമിലേക്ക് പോവുകയാണ്. സോ നീറ്റ് എൻഡ് ഗെയിം ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെന്താവുക? തളർന്ന് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നതിനെ പോലെ പറയുന്ന ആളുകളുണ്ടാവും. അവരുടെ മുന്നിൽ നിങ്ങൾക്ക് നിവർന്ന് നിന്നുകൊണ്ട് നീറ്റ് ക്രാക്ക് ചെയ്തുകൊണ്ട് സഞ്ജു സാംസൺ ലോകകപ്പ് നേടിയ പോലെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലെ നീറ്റ് റാങ്ക് കൂടി നേടിയെടുക്കാം. സോ ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്. ബൈ.